CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കശുവണ്ടി കയർ തൊഴിലാളികൾക്ക് മത്സരം സംഘടിപ്പിച്ചു. കൊല്ലം മാമ്പുഴയിൽ നടന്ന കശുവണ്ടി തല്ലൽ മത്സരം സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കുപ്പണിയിൽ നടന്ന കയർപിരി മത്സരം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ഈ മത്സരം ജീവിത പോരാട്ടത്തിന്റെ കൂടി നേർസാക്ഷ്യം. 2 ശശികലമാർ, 2 സരസ്വതിമാർ, പേരിൽ വ്യത്യസ്തയായ അംബാലിക. 31 വയസ്സുള്ളവർ മുതൽ 72 വയസ്സായ കൊച്ചമ്മണി വരെ 23 മത്സരാർത്ഥികൾ. ഷെല്ലിംഗ് മേസ്ത്രി രാധാകൃഷ്ണൻ റഫറിയായി. ഇടയ്ക്ക് തല്ലിന്റെ വേഗത കുറഞ്ഞു, പിന്നെയും ആവേശം വാനോളം. ഒടുവിൽ അരനാഴിക നേരം പിന്നിട്ടപ്പോൾ രാജമ്മയും അനിതയും ദേവകിയും ജേതാക്കളായി. ഒന്നാം സ്ഥാനക്കാർക്ക് 1000 രൂപ സമ്മാനം, 500 രൂപ രണ്ടാം സ്ഥാനത്തിനും 250 രൂപ മൂന്നാം സ്ഥാനത്തിനും 100 രൂപ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവുമായി നൽകി. അനുഭവം വെച്ചാൽ ഇതുവരെ ഞാൻ ചേർന്നിട്ടില്ല മത്സരത്തിന്, ആദ്യമായിട്ടായത്. ഇനി എന്തോ അതിനകത്ത് ജയിക്കുകയാണോ തോക്കുകയാണോ ഒന്നും അറിയാൻ വയ്യ. പിന്നെ നമുക്ക് 10-17 വയസ്സുണ്ട് ഇപ്പോൾ. ഇനി ഇത് വന്ന് ചേർന്ന് ഞാനങ്ങ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അതേ ഉള്ള അവസ്ഥ. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ കൊണ്ടാണ്. ഇല്ലില്ല, ഒന്നിനും ആന്നോ 10-13 വയസ്സ് വരെ അടിയിൽ പഠിക്കുക. മത്സരത്തിനൊന്നും കയറിയിട്ടില്ലായിരുന്നു. ഒരവസരം കിട്ടി, അത് നല്ല കാര്യം തന്നെ. നമ്മുടെ പാർട്ടിക്ക് നിൽക്കുന്നത് നല്ല കാര്യം തന്നെ. ഇവർ പിരിച്ചെടുക്കുന്നത് കയറല്ല, സ്വന്തം ജീവിതം കൂടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കയർ ഉൾപ്പെടെയുള്ള പരമ്പരാഗത മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. പ്രതിസന്ധികൾ മറന്ന് കയർ തൊഴിലാളികളും കയർ പിരിച്ച് മത്സരിച്ചു. CITU ജനറൽ സെക്രട്ടറി എളമരം കരീം കയർപിരി മത്സരം ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിയുന്ന പണത്തിൻ്റെ പുറമെ മിനിമം കൂലിയായി നിശ്ചയിച്ച തുക തികയ്ക്കാൻ ബാക്കി വരുന്ന തുക ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അങ്ങനൊരു തീരുമാനമെടുത്തത് 2006 LDF ഗവൺമെൻറ്റാണ്. അന്ന് മുഖ്യമന്ത്രി VS ആയിരുന്നു, ധനകാര്യമന്ത്രി സഖാവ് തോമസ് ഐസക്കായിരുന്നു. ഞാനന്ന് വ്യവസായ വകുപ്പിൻ്റെ മന്ത്രിയാണ്. വ്യവസായ വകുപ്പിൻ്റെ കീഴിലാണ് ഈ കയറും കൈത്തറിയും ഒക്കെ വരുന്നത്. കൂടി ആലോചിച്ചാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അത് തൊഴിലാളികൾക്കൊരാശ്വാസമാണ്. അപ്പോൾ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന മിനിമം കൂലി സൊസൈറ്റിക്ക് നൽകാൻ കഴിയുന്നതിൻ്റെ പുറമേയുള്ള തുക ഗവൺമെൻറ് കൊടുക്കുക. ഇപ്പോഴും ആ സ്കീം നിലവിലുണ്ട്. അതനുസരിച്ച് കുറച്ച് പണം ഈ അടുത്ത ദിവസം ഗവൺമെൻറ് റിലീസ് ചെയ്ത് കൊടുത്തിരുന്നു. കുറച്ചുകൂടി മിനിമം കൂലി ഉയർത്തണമെന്ന ഡിമാൻഡ് ഇപ്പോൾ കയർ തൊഴിലാളി സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലുള്ള ചർച്ച ഗവൺമെൻറ്റുമായിട്ട് കൂടിയാലോചിക്കേണ്ടത്. CS സുജാത, മേഴ്സിക്കുട്ടിയമ്മ, B. തുളസീധരക്കുറുപ്പ്, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. രാജമ്മയും അനിതയും ദേവകിയും ഈ 3 പേരും ഈ കശുവണ്ടി തൊഴിലാളികൾക്കിടയിൽ സമ്മാനം നേടിയവരാണ്. ഇവർ 3 പേർ മാത്രമല്ല, ഈ കശുവണ്ടി തൊഴിലാളികളെല്ലാം പ്രതിനിധികൾ കൂടിയാണ് ഇവർ. ആവേശം വാനോളം ഉയർത്തിയ മത്സരത്തിലാണ് ഇവർ വിജയിച്ചത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.